നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ക്രമക്കേടിൽ കുരുക്കിട്ട് UDF സർക്കാരിന്റെ കാലത്തെ റവന്യൂ വകുപ്പ് ഉത്തരവുകളിൽ വ്യാപക ക്രമക്കേട് എന്ന് മന്ത്രിസഭാ ഉപസമിതി. പരിശോധിച്ച 127 ഉത്തരവുകളിൽ ഭൂരിപക്ഷ തീരുമാനങ്ങളും ക്രമവിരുദ്ധമെന്ന് കണ്ടെത്തൽ. വിവാദ ഇടപാടുകൾ റദ്ദാക്കാൻ സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകും. നിയമമന്ത്രി AK ബാലൻ അധ്യക്ഷനായ സമിതി പരിശോധിച്ചവയിൽ മെത്രാൻ കായൽ, കടമക്കുടി, ഹോപ്പ് പ്ലാന്റേഷൻ തുടങ്ങിയ ഇടപാടുകളും. പരിശോധനാ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ ധനസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. സ്കൂൾ പ്രവേശനത്തിന് വാക്സിനേഷൻ നിർബന്ധമാക്കും. വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികൾക്ക് പ്രവേശനം നൽകരുത്. നടപടി പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കെതിരായ ദുഷ്പ്രചരണം തടയാൻ. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയുടെ സ്ഥിതിവിവരണ കണക്കെടുക്കാനും തീരുമാനം. പ്രതികൾക്ക് മോചനം. നാദാപുരം തൂണേരി ഷിബിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കുറ്റവിമുക്തരാക്കിയത് 17 പേരെ. വിധി എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതിയുടേത്. വാഹനം തടഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ CPM പ്രവർത്തകനായിരുന്ന ഷിബിൻ കൊല ചെയ്യപ്പെട്ടത് 2015 ജനുവരി 22-ന്. കേസിൽ വിചാരണ നേരിട്ടവരിലധികവും ലീഗ് പ്രവർത്തകർ. കുറ്റവാളികളെ വെറുതെ വിട്ടതിലൂടെ തന്റെ മകന് നീതി നിഷേധിക്കപ്പെട്ടെന്ന് ഷിബിന്റെ അച്ഛൻ ഭാസ്കരൻ. കോടതി വിധി അപ്രതീക്ഷിതമെന്ന് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ. ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതികരണം. വിറ്റഴിക്കാൻ ശുപാർശ. എയർ ഇന്ത്യയും ഫാക്ടും ഉൾപ്പെടെ 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കാൻ ശുപാർശ ചെയ്ത നീതി ആയോഗ്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഓഹരികൾ വിൽക്കുകയോ അടച്ചുപൂട്ടുകയോ വേണമെന്ന് നിർദ്ദേശം. റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറി. ഫാക്ടിൽ കേന്ദ്ര സർക്കാരിന്റെ ഓഹരി 49% ഉയർത്തണം. നഷ്ടത്തിലോടുന്ന 76 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 26 എണ്ണം അടച്ചുപൂട്ടണമെന്നും നീതി ആയോഗ് വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയുടെ അധ്യക്ഷതയിലുള്ള സമിതി. ഫാക്ടിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഇതിനെതിരെ ദേശീയ തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. കൊലയാളിയുടെ നിഴൽ തേടി. പെരുമ്പാവൂർ കൊലക്കേസിൽ വീണുകിട്ടിയ തുമ്പിനു പിന്നാലെ പോലീസ്. ജിഷയുടെ വീടിന് സമീപത്ത് നിന്ന് ലഭിച്ച റബ്ബർ ചെരുപ്പിൽ പെൺകുട്ടിയുടെ രക്തകോശങ്ങൾ കണ്ടെത്തി. തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെരുപ്പിന്റെ ഉടമയിലേക്ക് കൂടുതൽ അന്വേഷണം. പെരുമ്പാവൂർ മേഖലകളിൽ റബ്ബർ ചെരുപ്പുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് അന്വേഷണ സംഘം. ചെരുപ്പ് ധരിച്ച് കനാലിലേക്ക് കുത്തനെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായതിനാൽ ചെരുപ്പ് ഉപേക്ഷിച്ച് കടന്നിരിക്കാമെന്നും നിഗമനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ, പവന് 21,920 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30-ന്. നമസ്കാരം.